അതെ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലുണ്ടാവേ. ഞങ്ങൾ കഴിഞ്ഞ ഗോവ അസനോരയിലെ 5 പൂളുകളുള്ള റിസോർട്ടിലെ വീഡിയോയ്ക്ക് ശേഷമാണ് ആൾക്കാർ ഇത്രയും കമൻറ്റ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എത്രയാ, എങ്ങനെയാണ് ബുക്ക് ചെയ്യുക, എല്ലാവർക്കും ഇതൊക്കെ ആക്സസ് ഉണ്ടോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മറ്റ് വിശേഷങ്ങൾ കൂടെ കണ്ടാലോ. 5 പൂളുകളിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂള് ഈ ഒരു ലേസി റിവർ ആണ് കേട്ടോ. ഇവിടെ ഏത് റൂം എടുക്കുന്നവർക്കും ഇതിലേക്കൊക്കെ ആക്സസ് ഉണ്ടോയെന്ന് ഒരാൾ ചോദിച്ചു. തീർച്ചയായും ഏത് കാറ്റഗറിയിലുള്ള റൂം എടുത്താലും എല്ലാവർക്കും ഇത് ഒരുപോലെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ റേറ്റ് എത്രയാ, എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്നൊക്കെ ചോദിച്ചവർക്ക് എല്ലാ ഹോട്ടൽ ബുക്കിംഗ് ആപ്പുകൾ booking.com പോലെയുള്ള ആപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു 7,000 ഒക്കെയാണ് കാണിക്കുന്നത്. ഒന്നെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ക്ലബ് മഹീന്ദ്രയെ കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്ലബ് മഹീന്ദ്ര മെമ്പർഷിപ്പ് ത്രൂ ബുക്ക് ചെയ്യാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. ഇനി ഇവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇൻഡോർ ഗെയിംസ്, മ്യൂസിക് നൈറ്റ്, കരോക്കെ നൈറ്റ്, DJ നൈറ്റ്, മാജിക് ഷോ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് മജീഷ്യൻ സബിനാണ്. സബിനൊരു മലയാളിയാണ്. സബിന് ഞങ്ങളെ കണ്ടപ്പോൾ ഒരു മലയാളീനെ കണ്ടൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സബിനൊരു ട്വിൻ ബ്രദർ ഉണ്ട്. അവർ രണ്ടുപേരും മജീഷ്യൻസ് ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മജീഷ്യൻ ഉള്ളൊരു ഫീലാണ് കേട്ടോ. നമുക്ക് കുറച്ച് ട്രിക്സും ഒക്കെ പറഞ്ഞു തരും. ഞങ്ങൾ ചെറിയ പാട്ടൊക്കെ പാടി. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് ജിമ്മിലൊക്കെ ഒന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഗാർഡൻ ഏരിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. കിഡ്സിന് എന്താ പറയുക, ഈ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഈ കാടിൻ്റെ ഉള്ളിൽ അവരൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ പ്ലേ ഏരിയ നമുക്ക് നല്ല ഇഷ്ടമായി അവിടെ കളിക്കാൻ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഒരു ഫാം ഏരിയനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ എൻട്രി 2 ആണ്. ഫാം ഏരിയയിലേക്കുള്ള 1-2 എൻട്രീസ് ഉണ്ട്. ഇത് ഫാം ഏരിയൻ്റെ അകത്ത് ഉള്ളോട്ട് പോയൊരു ഹിഡൻ സ്പോട്ടാണ്. ഇവിടെ അവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യും. നല്ല ആംബിയൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാണ് ഫാം ഏരിയ വരുന്നത്. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, പിന്നെ ഇവിടെ തേൻ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ പല ടൈപ്പ് ഓഫ് ബേർഡ്സ് വന്നിരിക്കുന്ന സ്ഥലമുണ്ട്. അവർ ഓരോ ബേർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ ബേർഡ്സിനെ ഒന്നും ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് കുറച്ച് മുന്നേ പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെയാണ് അവിടെ പോയതെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സ്പെഷ്യലായിട്ട് ഡിന്നറോ ലഞ്ചോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് തരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നോർത്ത് ഗോവ വിടുകയാണ്. ഇനി അടുത്തത് സൗത്ത് ഗോവയിൽ റിസോർട്ടിൽ വെച്ച് കാണാം. സ്റ്റേ ട്യൂൺ ആൻഡ് ടേക്ക് കെയർ. केरला से आए मेरे दोस्त को सलाम करो.